കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് സാധാരണക്കാരന്റെ മുഖം നൽകി ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് നേതൃത്വം നൽകിയ നേതാവായിരുന്നു പി ബാലൻ എന്ന ഡിസിസി പ്രസിഡന്റ് തങ്കപ്പൻ. മുൻ ഡിസിസി പ്രസിഡന്റും എംഎൽഎയുമായിരുന്ന ബാലന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കോൺഗ്രസ് ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി കെ എ തുളസി, കെപിസിസി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ, കെപിസിസി ജനറൽ സെക്രട്ടറി കെ എ ചന്ദ്രൻ, കെപിസിസി സെക്രട്ടറി പി വി രാജേഷ്, യുഡിഎഫ് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ, ഡിസിസി ഭാരവാഹികളായ വി രാമചന്ദ്രൻ, പി എൻ മുരളീധരൻ, കെ രാധാകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ്, യുഡിഎഫ് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട് എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ പ്രസ്ഥാനത്തിനെ കെട്ടിപ്പടുക്കാൻ ജില്ലയിലെ മുക്കിലും മൂലയിലും ഉടനീളം നടന്ന് പദയാത്ര നടത്തി പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു പദയാത്ര പാലക്കാട് ജില്ലയിൽ നമ്മുടെ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നേരത്തെ ചന്ദ്രേട്ടൻ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് MP എപ്പോഴും പറയും ബാലേട്ടൻ്റെ ശിഷ്യനാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് എന്ന് പറയും. ബാലേട്ടൻ പദയാത്ര നടത്തി 43 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം DCC പ്രസിഡന്റായിരുന്നപ്പോൾ ജയ്പോ പദയാത്ര എന്നുള്ള പേരിൽ നമ്മുടെ ജില്ലയിലുടനീളം ഓരോ മണ്ഡലത്തിലും മുക്കിലും മൂലയിലും ചെന്ന് 100-ലധികം പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച് പദയാത്ര സംഘടിപ്പിച്ചത്. UTV ന്യൂസ് പാലക്കാട്.